സാറ ടീച്ചർ, താങ്കളെ ഞാൻ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്തത് സാധാരണ സ്ത്രീ കഥാകവിത രചയിതാക്കൾ പൊതുവെ അധ്യാപന ജീവിതത്തിൽ നിന്ന് എഴുത്തിൻ്റെ വഴിയെ തിരിഞ്ഞ് ജീവിതം പടുത്തുയർത്തിയവരാണ്. അതുപോലെ താങ്കളും ഒരു അധ്യാപികയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ മാറ്റാത്തി എന്ന ബഹുനോവൽ മുന്നിൽ വച്ചാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ നോവൽ ആദ്യ പ്രാവശ്യം വായിച്ചതിൻ്റെ ത്രില്ലിലല്ല ഞാനിത് എഴുതുന്നത്. 2ഉം 3ഉം പ്രാവശ്യം വായിച്ചു. 31/10/2011 ഒരു 8ാം ക്ലാസ്സുകാരി എഴുതിയ കത്താണിത്. അത് വേറെ ആരുമല്ല, ഞാനാണ്. മാറ്റാത്തി എന്ന നോവൽ വായിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ട് സാറ ജോസഫൻ എഴുതിയൊരു കത്താണിത്. ഞാനന്ന് എഴുതിയിട്ട് ഇത് എടുത്ത് വച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എന്തൊരു സാധനം തപ്പുന്നതിൻ്റെ ഇടയിലാണ് ഈ കത്ത് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നന്നായിട്ട് മലയാളം എഴുതാൻ എനിക്കിപ്പോൾ പറ്റില്ല. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഇത് വായിച്ച് കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ ലൂസി എന്ന പെൺകുട്ടിയെ പല പ്രാവശ്യം ഞാൻ മനസ്സിലിട്ടൊഴിഞ്ഞു. എന്നിട്ടും ഇനിയും എന്തൊക്കെയോ കണ്ടെത്താനുള്ള ആവേശത്തോടെ വീണ്ടും വീണ്ടും ഈ നോവൽ വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഇതിൻ്റെ പുറം ചട്ടയും ഞാൻ ശ്രദ്ധിച്ചു. കിരീടം ചൂടി നിൽക്കുന്ന കോവൽ വള്ളികൾക്കിടയിലൂടെ നിൽക്കുന്ന പെൺകുട്ടി. ഒരു പ്രദേശത്തിൻ്റെ തനതായ ഭാഷയിലൂടെ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു നോവൽ വായനക്കാർക്ക് എത്രമാത്രം ആസ്വാദ്യകരമാക്കാം എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ നോവൽ. ഈ നോവലിലെ മറ്റൊരു കഥാപാത്രമായ ബ്രിജിത്തയുടെ തനതായ തൃശ്ശൂർ ഭാഷാ ശൈലി ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. 3 വട്ടം വായിച്ചെങ്കിൽ കൂടി ഈ കത്ത് എഴുതാൻ വേണ്ടി ഈ നോവൽ ഒന്നുകൂടി വായിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഒരു നോവൽ എഴുതാൻ വളരെയധികം കഷ്ടപ്പാടുണ്ട്, അതും വായനക്കാർക്ക് ആസ്വാദ്യകരമായ ഒരു കഥയുടെ പിൻബലത്തോടെ. അതുകൊണ്ട് ഈ നോവൽ എഴുതുമ്പോൾ ലൂസിയുടെ ജീവിതം മുഴുവൻ കടലാസുകളിലേക്ക് ആവാഹിച്ച് ഓരോ ദിനവും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്ന അവളുടെ ജീവിതം അതേപടി എഴുതിയെങ്കിൽ താങ്കൾ ലൂസിയെ പോലെയുള്ള ഒരാളുടെ ജീവിതം കണ്ടിട്ടുണ്ടാകണം. ഇതൊക്കെ ആ കൊച്ചു കുഞ്ഞല്ല, എന്നാലും ആ പ്രായത്തിൽ ഒരു ഊഹിച്ചെഴുതിയ ഓരോരോ കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതെൻ്റെ വെറുമൊരു തോന്നലാണ്. നല്ല നല്ല കഥകൾ അത് സംഭവിച്ചതാണെങ്കിൽ അതിൻ്റെ എല്ലാ ആസ്വാദ്യതയും കടലാസിലേക്ക് ആവാഹിക്കുന്നവരാണ് എഴുത്തുകാർ. താങ്കളുടെ കാടിൻ്റെ സംഗീതം എന്ന നോവൽ ഞാൻ വായിച്ചു, എന്നാൽ അതിൻ്റെ കഥ എന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഈശ്വരാ. എന്നാൽ മാറ്റാത്തി എന്ന ഈ നോവൽ ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിൻ്റെ മറുപാതിയാണ് മാറ്റാത്തി എന്ന വാക്യം ഞാൻ വായിച്ചു. ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവൽ ഈ കത്ത് എഴുതുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ മാറ്റാത്തി ഇത്ര ആസ്വാദ്യകരമെങ്കിൽ ആലാഹിയുടെ പെൺമക്കൾ എത്ര മനോഹരമാണെന്ന് ഞാൻ കരുതുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ.